ഹായ് മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. എല്ലാ മക്കൾക്കും USS അറബിക് ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും USS അറബിക്കിന് വേണ്ടി നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു USS ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഡിസ്കസ് ചെയ്യാം. റെഡി അല്ലേ മക്കളെ? ടെൻഷൻ ഉണ്ടോ മക്കൾക്ക്? ഒരു ടെൻഷനും വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ തയ്യാറല്ലേ മക്കളെ? റെഡി? നോക്കൂ മക്കളെ, യെസ്, ഇതേപോലെയാണ് നമ്മുടെ ചോദ്യ പേപ്പർ ഉണ്ടായിരിക്കുന്നത്. റെഡി അല്ലേ മക്കളെ? നോക്കൂ, നമുക്ക് ചോദ്യ പേപ്പർ നോക്കാം. USS എക്സാമിനേഷൻ മെയ് 2022 അല്ലെ, 2022 നമ്മുടെ USS അറബിയിൽ വന്ന ചോദ്യ പേപ്പറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്റെ മക്കൾക്ക് നാളത്തെ എക്സാം എഴുതാൻ പോകുമ്പോൾ എങ്ങനെയാണ് അറബിയിൽ വരുന്ന ചോദ്യങ്ങൾ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. നിങ്ങൾ തയ്യാറല്ലേ മക്കളെ? യെസ്. നോക്കൂ, പിന്നെ ഇതേപോലെ എന്തുണ്ടാവും, കുറച്ച് നിയമാവലികൾ ഉണ്ടാവും. ഈ നിയമങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പാലിക്കണം പരീക്ഷയിൽ. റെഡി അല്ലേ മക്കളെ? അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഇന്ന് തന്നെ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി ഇത് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഉത്തരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റ് ആക്കണം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് അറബിയിലുള്ള 10 ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുഴുവൻ ചോദ്യം നമ്മൾ വായിച്ചില്ലെങ്കിൽ പോലും എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, സൂചികകൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. തയ്യാറല്ലേ? നോക്കൂ മക്കളെ, ആദ്യ ചോദ്യം നോക്കാം അല്ലെ. ഫസ്റ്റ് ലാംഗ്വേജ് അല്ലെ, ഫസ്റ്റ് ലാംഗ്വേജ് അറബിക്കിലുള്ള ചോദ്യങ്ങൾ 1 മുതൽ 10 വരെയുള്ള ഈ അറബിക്കിലെ 2022 ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നു, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നു. നോക്കൂ, ഇഖ്റഅൽ ഫിക്റത താലിയ വാജിബാനിൽ അസ്ഇല അല്ലേ. എന്താണ് മക്കളെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് എന്ത് ചെയ്യണം, ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. നോക്കാം നമുക്ക്. ദാത്തൽ മസായി ഖറജത സാറ മഅ വാലിദിഹ ഇല സൂഖിലി ഷാരിയ മലാബിസൽ ഈദ് അല്ലേ. എന്താണ് മക്കളെ അങ്ങനെ പറഞ്ഞാൽ, സാറ ഒരു ദിവസം എന്ത് ചെയ്തു, സൂക്കിലേക്ക് പോയി അല്ലേ. എന്തിനാ പോയിട്ടുള്ളത്? ലിശറാ മലാബിസൽ ഈദ അല്ലേ, ഈദിന് വസ്ത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് സൂക്കിലേക്ക് അല്ലെങ്കിൽ അങ്ങാടിയിലേക്ക് പോയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനിയോ വാലിദിഹ ഇല സൂഖി ലിശറാഇൽ മലാബിസിൽ ഈദ് റകിബൽ വാലിദൽ ജവാല അല്ലേ. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഉപ്പ എന്ത് ചെയ്തു, സ്കൂട്ടറിൽ കയറി അല്ലേ. ജവാല പേരുടെ സ്കൂട്ടറിൽ എന്ത് ചെയ്തു, ഉപ്പ കയറി. എന്നിട്ടോ വലബിസൽ ഖൂദത ബഅദ നിസ്ഫി സാഅതി വസ്സലാസ് സൂഖ അല്ലേ. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അവരെന്ത് ചെയ്തു, അരമണി ആദ്യം എന്ത് ചെയ്തു, ഹെൽമെറ്റ് ധരിച്ചു അല്ലേ. എന്ത് ചെയ്തു, അവർ ആദ്യം എന്ത് ചെയ്തു, വലബിസൽ ഖൂദത അവരെന്ത് ചെയ്തു, ഹെൽമെറ്റ് എന്ത് ചെയ്തു, ആദ്യം ധരിച്ചു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനുശേഷം അരമണിക്കൂറിന് ശേഷം അവരെന്ത് ചെയ്തു, അവർ സൂക്കിലെത്തി അല്ലെ. വസലാ സൂക്ക എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്തു, അവിടെ സൂക്കിലെത്തി, അങ്ങാടിയിലെത്തി. എന്നിട്ടോ ഔകഫൽ വാലിദു ജവാല ഫിൽ മിൻതഖതി വഖൂഫ് അല്ലേ. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, അവരെന്ത് ചെയ്തു, അങ്ങാടിയിൽ എത്തിയതിന് ശേഷം സ്കൂട്ടർ എന്ത് ചെയ്തു, പാർക്കിംഗ് ഏരിയയിൽ അവരെന്ത് ചെയ്തു, നിർത്തി അല്ലേ. സുമ്മ മശാല മമ്മറിൽ മുശാത്തി അല്ലേ. എന്താണ് അതിനുശേഷം അവരെന്ത് ചെയ്തു, അവർ പിന്നെ നടപ്പാതയിലൂടെ എന്ത് ചെയ്തു, നടന്നു. അതിനുശേഷം മുശാത്ത് അല്ലേ, അവരെന്ത് ചെയ്തു, അവര് സീബ്ര ലൈനിലൂടെ എന്ത് ചെയ്തു, റോഡ് അവർ ക്രോസ് ചെയ്യുകയും ചെയ്തു. അവരെന്ത് ചെയ്തു, അവർ ടെക്സ്റ്റൈൽസിൽ കയറിയതിനു ശേഷം അവരെന്ത് ചെയ്തു, അവര് തന്നൂറയും അതേപോലെ ഫുസ്താനയും എന്ത് ചെയ്തു, അവരെന്ത് ചെയ്തു, വാങ്ങിച്ചു അല്ലെ. ഇതാണ് ഒരു പാരഗ്രാഫ്. ഈ പാരഗ്രാഫിൽ നമുക്ക് അറിയാവുന്ന വാക്കുകൾ മാത്രം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഒരു ആശയം, അതിന്റെ ഒരു അർത്ഥം നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മനസ്സിൽ വെക്കുന്നു. ഇനി എന്താണ് ഇതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. എന്റെ മക്കൾ ചോദ്യം ശ്രദ്ധയോടുകൂടി കേട്ടോളൂ. റുക്കാബൽ ജവാല അല്ലെ. എന്താണ് അങ്ങനെ പറഞ്ഞാൽ, സ്കൂട്ടർ ഓടിക്കുന്നവർ നിർബന്ധമായും ധരിക്കുന്നത് എന്താണ് അല്ലെ. ഒരു ഡാഷ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിലെന്താണ് എന്നുള്ളതാണ് നമ്മളോട് ചോദ്യം. തോക്കിയത്താണോ, കൂതത്താണോ, ഹിസാമുൽ അമാനാണോ, ബന്തലൂനാണോ അല്ലെ. എന്താണ് തോക്കിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ, തൊപ്പിയാണ് അല്ലെ, തൊപ്പി. അതേപോലെ ഹൂദത്ത് എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് അല്ലേ, ഹെൽമെറ്റ്. അതേപോലെ പിന്നെ നമുക്ക് വരുന്നത് ഹിസാമുൽ അമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ആണ് അല്ലേ, സീറ്റ് ബെൽറ്റ്. അതേപോലെ ബന്തലൂൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, യെസ്, ബന്തലൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യെസ്, പാൻ്റ് ആണ് അല്ലേ, പാൻ്റാണ്. അപ്പൊ ഇതിലേതാണ് മക്കളെ ശരിയായിട്ട് വരുന്ന ഉത്തരം? ഏതാണ് മക്കളെ? എൻ്റെ എല്ലാ മക്കൾക്കും പറയാം എന്താണ്, ഹൂദത്തിലെ ഹെൽമെറ്റ് ആണ്.
അപ്പൊ പുറത്തു പോകുന്ന ആളുകൾ നിർബന്ധമായും ധരിച്ചിരിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ പാരഗ്രാഫ് തന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യണം, വീട്ടിൽ നിന്ന് ആരും നിങ്ങളുടെ വീട്ടുകാരൊക്കെ പുറത്തു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഹെൽമെറ്റ് ധരിക്കാൻ വേണ്ടിയിട്ട് പറയണം. അടുത്ത ചോദ്യം എന്താണ് മക്കളെ, മക്കാനു നെസ്തരി മിൻഹുൽ മലാബിസ് അല്ലെ. മക്കാൻ എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾക്ക് അറിയാം എന്താണ്, സ്ഥലം അല്ലെ. അപ്പൊ എവിടെയാണ് മലാബിസ് വാങ്ങിക്കുന്ന സ്ഥലം എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത് അല്ലെ. മഹൽ ഹുവാർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, വെജിറ്റബിൾസ് അല്ലെ, വെജിറ്റബിൾസ് വാങ്ങിക്കുന്ന സ്ഥലത്ത് നിന്നാണോ, അല്ലെങ്കിൽ മഹല്ലുൽ മുജൗഹറാത്ത് അല്ലെ, സ്വർണ്ണക്കടയാണോ അല്ലെ, സ്വർണ്ണക്കടയാണോ, അതേപോലെ പിന്നെ നമുക്ക് മഹല്ലുൽ അക്മിഷ അല്ലെ, തുണിക്കടയാണോ, തുണിക്കടയാണോ, അല്ലെങ്കിൽ മഹല്ലുൽ അസ്മാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, മീൻ അല്ലെ, മീൻ വിൽക്കുന്ന സ്ഥലം അല്ലെ. അപ്പൊ ഇത് എവിടെയാണ് യഥാർത്ഥത്തിലുള്ള ഉത്തരം, മഹല്ലുൽ അക്മിഷ എന്ന് പറയുന്നത് തുണിക്കടയിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്, വാങ്ങിക്കേണ്ടത് അല്ലെ. അപ്പൊ അതിൽ നിന്നും 2 ചോദ്യത്തിന് നമ്മൾ ഉത്തരം എഴുതി. ഇനി 3ാമത്തെ ചോദ്യം ആ പാരഗ്രാഫുമായി ബേസ് ചെയ്ത് വരുന്ന ചോദ്യം എന്താണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. നസ്തഖ്ദിം അല്ലെ, നസ്തഖ്ദിമു ഡാഷ് ലി ഉബൂരി ശാരിയ. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടിയിട്ട് അല്ലെ, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്. മഅ്ബറുൽ മുശാത്ത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് അത്, സീബ്ര ലൈൻ എന്നാണ് എന്നുള്ളത് അല്ലെ. 2ാമത്തെ എന്താണ്, നടപ്പാതയാണ്. അതേപോലെ 3ാമത്തെ 4ാമത്തതൊക്കെ നോക്കുമ്പോൾ എന്താണ്, അതുമായി ബന്ധപ്പെടാത്തതാണ് അല്ലെ. 3ാമത്തെ പറയുന്നത് ബസ് സ്റ്റാൻഡ് ആണ് അല്ലെ. അതേപോലെ റോഡ് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ മഅ്ബറുൽ മുശാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ചോദിച്ച ചോദ്യത്തിൽ മഅ്ബറുൽ മുശാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും എന്ത് ചെയ്യണം, അത് നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. റെഡി അല്ലേ? അടുത്തത് നോക്കാം മക്കളെ. എന്താണ് അടുത്ത ചോദ്യം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. താഴെയുള്ള ശരിയായിട്ടുള്ള ജോഡി നമ്മൾ എന്ത് ചെയ്യണം, സ്വഹി അല്ലെ, ശരിയായിട്ടുള്ള ജോഡി നമ്മൾ എന്ത് ചെയ്യണം, താഴെ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഇതിൽ യഥാർത്ഥത്തിലുള്ള ജോഡി ഏതാന്ന് നോക്കാം. അല്ലൈല അതാ അല്ലെ. എന്താണ് അങ്ങനെ പറഞ്ഞാൽ, ലൈല എന്ന് പറഞ്ഞാൽ രാത്രിയാണ് അല്ലെ. അപ്പൊ രാത്രി അല്ല, അതാ എന്ന് പറഞ്ഞാല് ഉച്ചഭക്ഷണം. അപ്പൊ രാത്രിയും ഉച്ചഭക്ഷണം ഒരു കോമ്പിനേഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ അത് ശരിയല്ല. ഇനി നമ്മൾ അടുത്തത് നോക്കാം. ലുഹുർ അല്ലെങ്കിൽ സുഹൂർ അല്ലെ. സുഹൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ പുലർച്ചെ കഴിക്കുന്ന ഭക്ഷണം, നോമ്പ് കാലത്തൊക്കെ നമ്മൾ കഴിക്കുമല്ലോ. അപ്പൊ അതും ലുഹുറും തമ്മിൽ എന്തോ ബന്ധമുണ്ടോ? ഇല്ല. ഇനി അടുത്ത് നോക്കാം. ഫജ്ർ അഷാ അല്ലെ. ഫജ്ർ പറഞ്ഞാൽ പ്രഭാത ഭക്ഷണം. അത് നമ്മൾ ഇഷായിനാണോ കഴിക്കുന്നത് അല്ലെ, ഇഷാ അല്ലെ, അതാണോ? അല്ല. അപ്പൊ അതൊരു കോമ്പിനേഷൻ നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇനി സ്വബാഹ് അൽ ഫുത്തൂർ അല്ലെ, രാവിലെ. അതേപോലെ ഫുത്തൂർ എന്ന് പറഞ്ഞാൽ രാവിലെയുള്ള ഭക്ഷണം അല്ലെ. റെഡി അല്ലേ? അപ്പൊ ഇതാണ് എന്തുള്ളത്, ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി നമുക്ക് നോക്കാം താഴെ പറയുന്നത് അല്ലേ, താഴെ പറയുന്നവ ശരിയായത് എഴുതുക എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ, ബിൽ മബ്റത്തോരി തഅലീം അല്ലേ. ഇതാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിന്റെ ചക്രവർത്തി അല്ലെ, ചക്രവർത്തി ആരാണ് എന്നുള്ളതാ. ജവഹർലാൽ നെഹ്റു ആണോ, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ആണോ, സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണോ, അബുൽ കലാം ആസാദ് ആണോ? ആരാണ് വിദ്യാഭ്യാസത്തിന്റെ ചക്രവർത്തി എന്ന് പറഞ്ഞിട്ടുള്ളത്? അബുൽ കലാം ആസാദ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ അതെന്ത് ചെയ്തു, നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി അടുത്തത് പറയുന്നത് എന്താ, ഖാലിദ് അല്ലെ. ഖാലിദ് പറയുന്നുണ്ട് ഡാഷ് കലം അല്ലെ. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പേന നീ വാങ്ങിച്ചു ഡാഷ്, ഈ പേന നീ വാങ്ങിച്ചു. അപ്പൊ അവിടെ എന്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൊടുത്തത്. അപ്പൊ ആ ഡാഷിന്റെ അവിടെ എന്തോ ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഹാമിദ് അതിന് മറുപടി പറയാം. എന്താ മറുപടി പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഹാമിദ് പറഞ്ഞ എന്ത്, അല്ലേ. എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ 10 രൂപക്ക് വാങ്ങിച്ചു. അപ്പൊ എത്ര രൂപക്കാണ് നീ വാങ്ങിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എത്രക്ക് എന്നുള്ളതിന് നമ്മൾ താഴെ പറയുന്നതിൽ എന്താണ്, കം ഐന ബിക്കും മൻ, ഏതാണ് സഹി ജവാബ് ബിക്കും ബിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, എത്ര രൂപയ്ക്ക്, എത്രക്ക് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ ബിക്കും. അപ്പൊ എന്താ പറയേണ്ടത് നമ്മള്, ബിക്കും കലം. ഇനി എത്ര രൂപക്കാണ് ഈ പേന വാങ്ങിച്ചത്. ഓക്കെ ആണോ? റെഡി അല്ലേ? അടുത്ത് നോക്കൂ മക്കളെ. അടുത്ത ചോദ്യം എന്താണ്, മൻ സലക ത്വരീക യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീകൻ ഇലൽ ജന്ന.
എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലൊക്കെ ത്വരീക്ക് ആരെങ്കിലും വഴിയിൽ പ്രവേശിച്ചാൽ എൽത്തമിസു ല്ലേ, വഴി അന്വേഷിച്ചു കൊണ്ട് ല്ലേ, എങ്ങനെ എൽത്തമിസു ഫീ ഇൽമൻ സഹല, ആരെങ്കിലും വഴി അന്വേഷിച്ചു കൊണ്ട് എന്ത് ചെയ്തു പോയാൽ, അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്, സഹലല്ലാഹു ലഹു ത്വരീകം മിനൽ ജന്ന, അവന് അള്ളാഹു എന്ത് ചെയ്യും, സ്വർഗത്തിലേക്കുള്ള പാത അവൻ എന്ത് ചെയ്യും, എളുപ്പമാക്കി കൊടുക്കും എന്ന് പറഞ്ഞു. ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്, അതിൽ എൽത്തമിസു എന്നുള്ളതിന്റെ ശരിയായിട്ട് അതിന് അതേ സമാന അർത്ഥം വരുന്നത് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എൽത്തമിസുവിന്റെ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വര എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, ഒരു അടിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അണ്ടർലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എജ്തഹിദു ആണോ അല്ലെ, എജ്തഹിദു ആണോ, അല്ലെങ്കിൽ എത്ലുബു ആണോ, യന്തഖദു ആണോ, യതഖദ്ദമു എന്നുള്ളതാണോ? യജ്തഹിദു എന്നാൽ എന്താണ്, പരിശ്രമി എന്നൊക്കെയുള്ള അർത്ഥം നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അതേപോലെ യത്ലുബു, യെസ്, അന്വേഷിക്കുക അല്ലെ, തേടുന്നു എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അപ്പൊ എൽത്തമിസുവിനോട് യോജിച്ചിട്ട് വരുന്നത് ഏതാണ് മക്കളെ, യത്ലുബു എന്നുള്ളതാണ്. അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്, യത്ലുബു. ക്ലിയർ ആണോ? യെസ്, നമുക്ക് എന്ത് ചെയ്യാം, അടുത്തയിലേക്ക് പോകാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, എട്ടാമത്തെ ചോദ്യം എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. എന്താണ് കമിലൽ ഫറാബിൽ മുനാസിബ, എന്താണ് ശരിയായ പദം നിങ്ങൾ എന്ത് ചെയ്യണം, ശരിയായ പദം വെച്ച് എന്ത് ചെയ്യണം, പൂരിപ്പിക്കണം. യഅമൽ മുസാരി ഡാഷിൽ ഹക്കിൽ ല്ലേ, എന്താണ് അങ്ങനെ പറഞ്ഞാൽ, യഅമൽ മുസാരി കൃഷിക്കാരൻ എന്ത് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, ഡാഷിൽ ഹക്കിൽ, അപ്പം വയലിൽ ല്ലേ, വയലിൽ നിന്ന് വരണം, വയലിൽ കൃഷിക്കാരൻ ജോലി ചെയ്യുന്നു. അപ്പൊ ഫീ ആണോ, മീൻ ആണോ, ഇലാണോ, അലാണോ? യെസ്, അപ്പൊ വയലിൽ നിന്നും ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, യഅമൽ മുസാരി ഫിൽ ഹക്കിൽ ല്ലേ, കൃഷിക്കാരൻ എന്ത് ചെയ്യുന്നു, കൃഷിക്കാരൻ വയലിൽ ജോലി ചെയ്യുന്നു. അപ്പൊ യഅമൽ മുസാരി ഫിൽ ഹക്കിൽ ല്ലേ, ഫിൽ ഹക്കിൽ ല്ലേ, ഫി ആണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം എന്താ, ഓപ്ഷൻ എ, ഫി ആണ്. ക്ലിയർ അല്ലേ? മിൻ എന്ന് പറഞ്ഞാൽ നിന്ന് എന്നുള്ളതാണ് ല്ലേ, അതേപോലെ ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് എന്നുള്ളതൊക്കെ മീനിങ് ആണ്. അപ്പൊ ഇവിടെ വരുന്നത് എന്താ, ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ അല്ലേ? യെസ്, ഇനി നമുക്ക് അടുത്തത് നോക്കാം. യെസ്, എന്താണ് അടുത്ത ചോദ്യമായിട്ട് വരുന്നത് മക്കളെ, എന്താണ് കമിലൽ ഹിവാർ ബിൽ അദാത്തിൽ ഇസ്തിഖാമിൽ മുനാസിബ് ല്ലേ, എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് കമലൽ ഹിവാർ ല്ലേ, എന്താണ് എന്താണ് താഴെ നോക്കാം, ഹിവാർ ആണ് അവിടെ വരുന്നത് കേട്ടോ. അപ്പൊ അൽ വാലിദ് ഡാഷ് തദ്ഹബു ഇലൽ മദ്രസ, എന്താണ് പറഞ്ഞിട്ടുള്ളത്, സ്കൂളിലേക്ക് നീ പോകുന്നേ, സ്കൂളിലേക്ക് നീ തദ്ഹബു ഇലൽ മദ്രസ, സ്കൂളിലേക്ക് നീ പോകുന്നേ ല്ലേ, ഒരു ഡാഷ് കൊടുത്തിട്ട് തദ്ഹബു ഇലൽ മദ്രസ, സ്കൂളിലേക്ക് നീ പോകുന്നേ. അപ്പൊ ആ ഡാഷിന്റെ അവിടെ എന്തോ ഉണ്ട്. അപ്പൊ അതിന് വാലിദിനോട് വലത് പറഞ്ഞാൽ എന്താ, അദ്ഹബു ഇലൽ മദ്രസതി റാക്കിബൻ, ഞാൻ വണ്ടിയിലാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ വണ്ടിയിലാണ് അപ്പൊ വണ്ടിയിൽ കയറിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്കൂളിലേക്ക് പോകുന്നത്. അപ്പൊ എന്തായിരിക്കും ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുക, നീ സ്കൂളിലേക്ക് പോകുന്നത് എന്നുള്ളതിന്റെ മുമ്പ് എന്ത് ചോദിച്ചിട്ടുണ്ടാവും, എങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് വന്നത്, അദ്ഹബു ഇലൽ മദ്രസതി റാക്കിബൻ, ഞാൻ വണ്ടിയിൽ കയറിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്കൂളിലേക്ക് പോകുന്നത്. അപ്പൊ നീ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് താഴെ നിന്നും ഓപ്ഷനിൽ നിന്നും കിട്ടേണ്ടത്. അപ്പൊ ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ലിമ, ലിമ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തുകൊണ്ട് അല്ലെ, എന്തുകൊണ്ട് എന്നാണ്. അപ്പൊ എന്തുകൊണ്ടാണ് സ്കൂളിലേക്ക് പോകുന്നത് എന്ന് വരാൻ സാധ്യതയുണ്ടോ നോക്കാം. നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത ഓപ്ഷൻ എന്താ വന്നത്, കൈഫ അല്ലെ, കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ അല്ലെ, ഏകദേശം ഒരു സാമ്യം കാണുന്നുണ്ട്. നമുക്ക് അടുത്ത ഓപ്ഷൻ കൂടെ എന്ത് ചെയ്യാമെന്ന് നോക്കാം. മാതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അല്ലെ, എന്ത് എന്നുള്ളതാണ്. യെസ്, ഇനി വരുന്നതോ മത്ത, യെസ്, മത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ അല്ലെ, എപ്പോൾ എന്നാണ് മത്ത എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ടാവുക, എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക, ഓപ്ഷൻ എന്താ, എങ്ങനെയാണ് സ്കൂളിലേക്ക് നീ പോകുന്നത്. അപ്പൊ എങ്ങനെ എന്നുള്ളതിന് ഏതാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്, കൈഫ അല്ലെ. അപ്പൊ കൈഫ തദ്ഹബു ഇലൽ മദ്രസ, കൈഫ തദ്ഹബു ഇലൽ മദ്രസ. അപ്പൊ വലത് പറഞ്ഞ അദ്ഹബു ഇലൽ മദ്രസതി റാക്കിബൻ ല്ലേ. അപ്പൊ എന്താണ് ശരിയായിട്ട് വരുന്നത്, എങ്ങനെ, ഓപ്ഷൻ ബി ആണ്. അപ്പൊ എങ്ങനെ എന്നുള്ളതാ. അപ്പൊ ലിമ ല്ലേ, ലിമ എന്തുകൊണ്ട്, മാതാ എന്ത്, മത്ത എപ്പോൾ, ഇതൊക്കെ എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാൻ. നിങ്ങളുടെ പബ്ലിക് എക്സാമിനൊക്കെ ഈ ഇത്തരത്തിലുള്ള ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണ്. ക്ലിയർ അല്ല? അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തിയല്ലോ. ഇനി എന്താണ് അവസാനമായിട്ട് ചോദിക്കുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. എന്താണ് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് താഴെ പറയുന്നവയിൽ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നോക്കാനുള്ളത്. അപ്പൊ കൂട്ടത്തിൽ പെടാത്ത ഒരു ചോദ്യം ഷുവർ ആയിട്ടും നാളത്തെ ചോദ്യ പേപ്പറിൽ അറബിയുടെ ഈ 10 ചോദ്യങ്ങൾ ഒരു ചോദ്യം കൂട്ടത്തിൽ പെടാത്തതൊന്നും എന്ത് ചെയ്യും, നിങ്ങളോട് ചോദിക്കും അല്ലേ. അമലത്തിൽ ജറാഹിയ, എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അമലത്തിൽ ജറാഹിയ എന്ന് പറഞ്ഞാൽ എന്താ, അമലിയൽ ജറാഹിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ, ഓപ്പറേഷൻ ആണ് അല്ലെ, ഓപ്പറേഷൻ അല്ലെ, ആശുപത്രിയുമായി ബന്ധപ്പെട്ടതാ അല്ലെ, ഓപ്പറേഷൻ ചെയ്തു എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട് അല്ലേ. എന്താ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി എന്തായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാലയാണ് അല്ലെ, മാല അല്ലെ, നമ്മളെ കഴുത്തിലേക്ക് അണിയുന്ന മാലയാണ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, മുസ്തഷ്ഫ അല്ലെ, മുസ്തഷ്ഫ എന്ന് പറഞ്ഞാൽ ആശുപത്രിയാണ് അല്ലെ, ആശുപത്രിയാണ്
അല്ലേ? റെഡി അല്ലേ? ഇനി തൊബീബ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഡോക്ടറാണ് അല്ലേ? ഡോക്ടർ അല്ലേ? അപ്പൊ ഇതിൽ ഏതാണ് മക്കളെ കൂട്ടത്തിൽ പെടാത്തത്? നിങ്ങൾക്ക് ആ ഓപ്ഷന്റെ അർത്ഥം കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. മാല, ഓപ്പറേഷൻ, അതേപോലെ ഓപ്പറേഷൻ ആശുപത്രി, ഡോക്ടർ അല്ലേ? ഏതാ? അമലിയൽ ജറാഹിയ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ, മുസ്തഷ്ഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യെസ്, ആശുപത്രി, ഡോക്ടർ. അപ്പൊ മുസ്തഷ്ഫ, തൊബീബ്, അമലിയൽ ജറാഹി, അത് മൂന്ന് എന്താണ്? ആശുപത്രിയുമായി ബന്ധപ്പെട്ടതാണ്. മാലയാണ് എന്ത് ചെയ്തത്? കൂട്ടത്തിൽ പെടാത്തതായിട്ടുള്ളത്. ക്ലിയർ ആണോ മക്കളെ? യെസ്. അപ്പൊ ഇതേപോലെയുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ നാളത്തെ USS പരീക്ഷയിൽ നിങ്ങൾ കാണുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇത്തരത്തിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യം സിമ്പിൾ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ, ഒരു ടെൻഷനും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? ടെൻഷൻ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഇതേപോലെ ശരിയായിട്ടുള്ള ഉത്തരം നമ്മൾ എന്ത് ചെയ്യും? പബ്ലിഷ് ചെയ്യും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? USS നേടാം. എല്ലാ മക്കൾക്കും USS നേടാൻ കഴിയട്ടെ എന്ന് മാഷ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ബൈ.